ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ടേസ്റ്റി കറി. ഞാൻ ബർത്ത്ഡേ കേക്കുമായിട്ട് ആണ് വന്നിരിക്കുന്നത്. എൻ്റെ ഇളയ മോൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ അതിന് ഉണ്ടാക്കിയ കേക്കാണ് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 120 ഗ്രാം പഞ്ചസാര എടുത്ത് പൊടിക്കുന്നുണ്ട്. ഇരുന്നൂറ് ഗ്രാം ഓൾ പർപ്പസ് ഫ്ലോർ, 3/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, ഒരു നുള്ള് ബേക്കിംഗ് സോഡ എടുത്ത് സീവ് ചെയ്യുന്നുണ്ട്. 2 പ്രാവശ്യം സീവ് ചെയ്തിട്ട് 3ാമത്തെ പ്രാവശ്യം സീവ് ചെയ്ത് ബാറ്റിലോട്ടാണ് സീവ് ചെയ്യുന്നത്. പിന്നെ ഒരു ബൗളിലേക്ക് 4 മുട്ട പൊടിച്ച് വയ്ക്കുന്നുണ്ട്. എന്നിട്ടത് പെടുക്കെ ബീറ്റ് ചെയ്യുന്നു. ആ ബീറ്റ് ചെയ്യുന്ന കൂട്ടത്തിൽ നമ്മൾ പൊടിച്ച് വെച്ചേക്കുന്ന പഞ്ചസാര കുറേശ്ശായിട്ട് ഇട്ട് കൊടുത്ത് ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ബീറ്റ് ചെയ്യുമ്പോൾ ചെറിയ മോഡിൽ നിന്ന് സ്പീഡ് കൂടുതലുള്ള മോഡിലോട്ടാണ് പോകുന്നത്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് വാനില എസൻസ് കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ബീറ്റ് ചെയ്ത് നല്ല ഫ്ലഫി ആക്കി കിട്ടിയിട്ടുണ്ട്. അങ്ങനെ അതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂണ് റിഫൈൻഡ് ഓയിൽ കൂടെ ഒഴിച്ച് ജസ്റ്റ് ഒന്ന് കറക്കി എടുത്താൽ മതി. അതേ സ്പീഡ് കൂട്ടാതെ ഒന്ന് ബീറ്റ് ചെയ്താൽ മതി. അതിലേക്ക് ഓൾ പർപ്പസ് ഫ്ലോറും ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയിലാണ് മിക്സ് ചെയ്ത് വെച്ചേക്കുന്നത്. ഒന്നുകൂടെ സീവ് ചെയ്ത് കുറേശ്ശായിട്ടിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, കട്ട് ആൻഡ് ഫോൾഡർ മെത്തേഡിൽ കൂടെ സ്ലോലി വേണം മിക്സ് ചെയ്യാനായിട്ട്. അങ്ങനെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്.
കേക്ക് മിക്സ് നമ്മൾ ബേക്ക് ചെയ്യുന്ന ട്രേയിലോട്ട് മാറ്റുന്നുണ്ട്. അപ്പോൾ അതിന് മുമ്പേ ബേക്ക് ചെയ്യുന്ന ട്രേ ഗ്രീസ് ചെയ്ത് വെച്ചതാണ്. ഒരു ടൂത്ത് പിക്ക് ഉപയോഗിച്ച് എയർ ബബിൾ ഈ രീതിയിൽ ചെയ്താൽ നല്ലതായിട്ട് എയർ ബബിൾ പോകുന്നതായിരിക്കും. 180°C 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിലോട്ട് നമ്മുടെ കേക്ക് ബേക്കിംഗ് ട്രേ വെച്ചിട്ടുണ്ട്. അങ്ങനെ 30 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഒരു ചോക്ലേറ്റ് മിക്സ് തയ്യാറാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 100 ഗ്രാം റൂം ടെമ്പറേച്ചറുള്ള ബട്ടർ ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നു. അതിലേക്ക് 3 ടേബിൾ സ്പൂണ് കൊക്കോ പൗഡർ ഇട്ട് കൊടുക്കുന്നു. 2 ടേബിൾ സ്പൂണ് പൊടിച്ച പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂണ് വാനില എസൻസും ഒഴിച്ചു. പിന്നെ 1/2 കപ്പ് പാലൊഴിച്ച് ഡബിൾ ബോയിൽ മെത്തേഡ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ പഞ്ചസാര കുറവാണെന്ന് തോന്നിയിട്ട് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ടു. പിന്നെ ഒരു 3/4 കപ്പോളം പാലൂടെ ഒഴിച്ച് ആണ് മിക്സ് ചെയ്തെടുത്തത്. തേർട്ടി മിനിറ്റ്സ് ആയപ്പോൾ ഞാൻ നോക്കിയപ്പോൾ കേക്ക് റെഡി ആയില്ല. പിന്നെ ഒരു 10 മിനിറ്റ് കൂടെ അങ്ങനെ വെച്ചിട്ടാണ് കേക്ക് റെഡിയായി കിട്ടിയത്. പിന്നീട് ആ കേക്കിലോട്ട് ഞാൻ ചെറിയ ഹോൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ടൂത്ത് പിക്ക് വെച്ച് ചെറിയ ഹോൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സൈഡിൽ വേണം നല്ല ഒരുവിധം വലിയ ഹോളും, നടുക്കോട്ട് പോകുമ്പോൾ അധികം ഹോള് കുറവായിരിക്കണം. ആ രീതിയിലാണ് ഹോൾ ഇട്ട് കൊടുക്കുന്നത്. പിന്നീട് അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കേക്ക് മിക്സ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് എല്ലായിടത്തും ഒഴിച്ചു കൊടുക്കുക. പിന്നീട് കേക്ക് ഡെക്കറേഷന് വേണ്ടിയിട്ട് കോമ്പൗണ്ട് ചോക്ലേറ്റ് മെൽറ്റാക്കി എടുത്തു. ഒരു പാത്രത്തിലോട്ട് ഐസ് ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് ഗ്ലാസ് ഇറക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ആ ഗ്ലാസ് കവർ ചെയ്ത് ബട്ടർ പേപ്പറും വെച്ചു. എന്നിട്ട് മെൽറ്റ് ചെയ്താൽ നമ്മൾ ചോക്ലേറ്റ് തേച്ച് പിടിപ്പിക്കുക ചെയ്യുന്നത്. എന്നിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ടൊന്നും കിട്ടണമെന്നൊന്നുമില്ല. നമ്മളത് തേച്ച് പിടിപ്പിച്ച് അത് സെറ്റായി വരുമ്പോൾ നല്ല ഡിസൈനായിരിക്കും. എന്നിട്ട് നമുക്ക് ഡെക്കറേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കാനാണ്.
പിന്നെ വേറൊരു മോഡലിലും ഇതുപോലെ ചോക്ലേറ്റ് തേച്ച് പിടിപ്പിച്ചെടുക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഡെക്കറേഷനായിട്ട് വേണ്ടിയിട്ടുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ തലേന്ന് തന്നെ ചെയ്ത് വെക്കണം. എന്നാലേ നല്ല പെർഫെക്റ്റായിട്ട് സെറ്റായി കിട്ടുകയുള്ളൂ. ഞാനിത് അന്നത്തെ ദിവസമാണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് കറക്റ്റായിട്ട് അങ്ങോട്ട് സെറ്റായി കിട്ടിയില്ല. മെൽറ്റ് ചെയ്ത ചോക്ലേറ്റിൻ്റെ അധികമുള്ളത് ആ കേക്കിൻ്റെ ടോപ്പിലൊന്ന് തേച്ച് പിടിപ്പിച്ച് എടുക്കുന്നുണ്ട്. നല്ല ഫിനിഷിങ് കിട്ടാനായിട്ട് നല്ലതായിരിക്കും. പിന്നീട് ഒരു 2 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ആ മോൾഡ് വെച്ചിരുന്നത് എടുക്കുന്നുണ്ട്. രണ്ട് ചോക്ലേറ്റ് മോൾഡ് സെപ്പറേറ്റ് ആയിട്ട് വെക്കാനായിട്ടാണ് നോക്കിയിട്ട്, പക്ഷേ ആ ബട്ടർ പേപ്പർ വെച്ച് അങ്ങ് ഓപ്പണായി പോകുന്ന പോലെ തോന്നി. അത് ഒന്നുകൂടെ സെറ്റായി കിട്ടണമായിരുന്നു. അതുകൊണ്ട് ഞാൻ പിന്നെ രണ്ടുകൂടെ ഒരുമിച്ച് വെച്ചിട്ടാണ് സ്പ്രിങ്കിൾസ് ഫില്ല് ചെയ്യുന്നത്. സ്പ്രിങ്കിൾസ് ഫില്ല് ചെയ്തിട്ട് ഒന്ന് ചരിച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. അതിനകത്തുനിന്ന് ഇങ്ങനെ ഒഴുകി പോകുന്നതായിട്ട് ഇങ്ങനെ കാണിക്കാനായിട്ടുള്ള രീതിയിൽ ഇങ്ങനെ ഒന്ന് ചരിച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ എന്നിട്ട് വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്ത് ഇടുന്നുണ്ട്. ഇങ്ങനെ നമ്മുടെ ബർത്ത്ഡേ കേക്ക് റെഡി ആയിട്ടുണ്ട്. April 15 ബർത്ത്ഡേ. ഇതൊരു നല്ല അടിപൊളി യമ്മി ആയിട്ടുള്ളൊരു കേക്കാണ്. കാരണം ആ ചോക്ലേറ്റ് മിക്സ് നമ്മൾ ആ ടോപ്പിൽ ഒഴിക്കുമ്പോൾ അത് ഒന്നുകൂടെ നല്ല ഒരു ടേസ്റ്റാണ് അതിന് കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണേ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക.
സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും വേറൊരു റെസിപ്പിയെ കാണുന്നവരെ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.